പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ വിശ്വ ആകെ ടെൻഷനായിട്ട് നിൽക്കുവാണ്, ഈ ജോലിക്ക് പോകണോ വേണ്ടേ എന്നൊക്കെ. ഇതേ സമയം നന്ദിനിയാണെങ്കിൽ വിനായകൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, വിനയേട്ടാ ഒരിക്കലും വിശ്വ ഈ ജോലിക്ക് പോകരുത്, ഈ ജോലി വിശ്വന് കിട്ടാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. നന്ദിനി അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുമല്ല, വിശ്വൻ ജോലിക്ക് പോയി സമ്പാദിച്ച് കൊണ്ടുവന്നാൽ വിശ്വൻ ജോലി ചെയ്ത് ശമ്പളമൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് വിനായകൻ്റെ വില മൊത്തം പോകും. അതുകൊണ്ടാണ് നന്ദിനി അങ്ങനെ പറയുന്നത്. ആ ജോലി ഒരിക്കലും വിശ്വന് കിട്ടാൻ പാടില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട് നന്ദിനി. ഇത്രയും പെട്ടെന്ന് ആ ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ മുടക്കണമെന്ന് നന്ദിനി പറയുന്നുണ്ട് വിനായകനോട്. ഇതേ സമയം വിശ്വന്റെ അടുത്ത് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുമെന്ന്. ഈ ജോലിക്ക് പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ര താല്പര്യമൊന്നും ഇല്ല വിശ്വത്തിന്. നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ശ്രീജ. അതുകൊണ്ട് തന്നെ വിശ്വന് ഒരിക്കലും ഈ ജോലിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ശ്രീജ ജോലിക്ക് പോകുമെന്നാണ് പറയുന്നത്. അത് കാരണം ആ ജോലിയിലേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് കുറേ വൈകിട്ട് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വിക്രത്തിന് വേദ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ വിക്രം ഒന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുവാണ്. ആ സമയം വേദ കുറേ തമാശ പറയുന്നുണ്ട്. എന്നിട്ട് വേദ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് തിരികെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, വേദയോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല വിക്രത്തിന്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് വിക്രം വേദയെ പുറകിൽ നിന്നും വിളിക്കുന്നുണ്ട്, എടി എന്ന്. അപ്പോൾ വേദ തിരിഞ്ഞു വന്നിട്ട് എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രത്തിനെ. ആ സമയം വിക്രം ചെയ്യുന്നത് എന്താ? അപ്പം വേദ പറയുവാണ്, എന്താടാ? ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് വിക്രം. വിക്രമാണ് ഒരിക്കലും വിചാരിച്ചില്ല വേദ ഇങ്ങനെ ചോദിക്കുമെന്ന്. എന്നിട്ട് വിക്രം പറയുവാണ്, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തമാശ പറയുന്നുണ്ടെങ്കിൽ നീ ചിരിക്കുന്നില്ലല്ലോ എന്ന്. വിക്രം കാണിക്കുന്ന ഈ സ്നേഹങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വേദയ്ക്ക് മനസ്സിലാകുന്നുണ്ട് തന്നോട് ഇഷ്ടം കൂടി വരുന്നുണ്ടെന്ന് വിക്രത്തിന്. ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.